ഏഷ്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള DBS ബാങ്ക് ഏകദേശം 4000-ഓളം ജോലിക്കാരെ പിരിച്ചുവിടുന്നു. പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന AI ആ ജോലികൾ ഏറ്റെടുക്കും. ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ പീയൂഷ് ഗുപ്ത പറയുന്നത്, ബാങ്കിന്റെ താൽക്കാലിക ജീവനക്കാരെയാണ് ഈ തീരുമാനം ബാധിക്കുക എന്നും എന്നാൽ സ്ഥിര ജീവനക്കാർക്ക് ഇത് ബാധകമല്ല എന്നുമാണ്. പക്ഷേ AI വ്യാപകമാകുന്നതോടെ എല്ലാതരം ജീവനക്കാരെയും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ പല മേഖലയിലും മനുഷ്യർ ചെയ്യുന്ന ജോലികൾ 10 മടങ്ങ് വേഗത്തിലും 100% കൃത്യതയോടും കൂടി AI വളരെ ഭംഗിയായി ചെയ്യുന്നു. AI എങ്ങനെ മനുഷ്യർക്ക് പാരയാകുന്നു എന്നതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് DBS ബാങ്കിന്റെ ഈ തീരുമാനം. ഇപ്പോൾ തന്നെ IT ഡിവിഷന്റെയോ മേലധികാരിയുടെ അനുവാദമില്ലാതെ സ്വന്തം AI ഉപകരണങ്ങൾ ജോലിസ്ഥലത്ത് ഉപയോഗിക്കുന്ന നിരവധി ജീവനക്കാരെ നമുക്ക് പലയിടത്തുമായി കാണാം. അടുത്തിടെ സോഫ്റ്റ്വെയർ AG എന്ന സ്ഥാപനം നടത്തിയ ഒരു സർവേ പ്രകാരം നോളജ് തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന, അതായത് പ്രാഥമികമായി ഒരു മേശയിലോ കമ്പ്യൂട്ടറിലോ ഇരുന്ന് ജോലി ചെയ്യുന്നവർ എന്നർത്ഥം, ഇത്തരത്തിലുള്ളവരിൽ പകുതിയിലേറെ പേരും സ്വന്തം ജോലികൾക്കായി AI-നെ കൂട്ടുപിടിക്കുന്നു എന്ന് ഈ സർവേയിലൂടെ വ്യക്തമായി. ഇനി DBS ബാങ്കിന്റെ കാര്യമെടുത്താൽ നിലവിൽ ബാങ്കിൽ ആകെ 41,000 പേർ ജോലി ചെയ്യുന്നു. അതിൽ തന്നെ 8,000 മുതൽ 9,000 വരെ താൽക്കാലിക ജീവനക്കാരാണ്. ഇതിൽ പകുതിയോളം താൽക്കാലിക ജീവനക്കാരെ ഉടൻ തന്നെ കുറയ്ക്കുന്നതിനാണ് ബാങ്ക് തീരുമാനമെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം കണ്ടറിയണം. ഇതൊരു ഒറ്റപ്പെട്ട തീരുമാനമല്ല, മറിച്ച് ലോകത്താകമാനം തൊഴിലാളികളെ ബാധിക്കാനിടയുള്ള മാറ്റത്തിന്റെ തുടക്കമായി നമുക്കിതിനെ കരുതാം. DBS ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പീയൂഷ് ഗുപ്തയുടെ വാക്കുകളിൽ, പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 4000-ഓളം ജീവനക്കാർക്ക് പകരമായി 350-ൽ പരം വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന 800-ലധികം AI മോഡലുകൾ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ്. AI സാങ്കേതിക വിദ്യയുടെ തുടർച്ചയായ വ്യാപനം അതിന്റെ ഗുണങ്ങളും അപകട സാധ്യതകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ലോകത്തെമ്പാടുമുള്ള എല്ലാ ജോലികളുടെയും ഏകദേശം 40%-ഓളം AIക്ക് അധികം വൈകാതെ തന്നെ നിർവഹിക്കാൻ കഴിയുമെന്നും 2024-ൽ തന്നെ അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF വ്യക്തമാക്കിയിരുന്നു. AI-യുടെ വരവ് മൊത്തത്തിൽ എല്ലാ മേഖലകളിലും അസമത്വം സൃഷ്ടിക്കുമെന്നും IMF-ന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരവസരത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞത്, AI തൊഴിലവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നും മനുഷ്യ തൊഴിലാളികൾ പുതിയ സാങ്കേതിക വിദ്യയുമായി പ്രവർത്തിക്കാൻ പഠിക്കണമെന്നും AI-യുടെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കണമെന്നുമാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല. ഇപ്പോൾ തന്നെ ലോകത്താകമാനം തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ AI-യുടെ വരവോടുകൂടി ഉള്ള തൊഴിൽ സാധ്യതകളും കുറഞ്ഞാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല.